മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ജംഗ്ഷനിൽ പോകുന്നോട്ട് പോയില്ലേ? പോണം, പക്ഷെ ബൈക്ക് വിടില്ലല്ലോ. ബൈക്കോടെ പോയി. ബൈക്കേ അളിയനും അമ്മായും കൂടെ പുറത്തേക്ക് പോയിക്കോ. അമ്മയ്ക്ക് എന്തോ ഒരു ആവശ്യം കാക്കനോട് പോയി. അപ്പൊ അളിയനെയും കുട്ടി അങ്ങ് പോയി. ബൈക്ക് വന്നാലേ പോകാൻ പറ്റൂ. അമ്മായിക്ക് ഇപ്പൊ അളിയനെ മതി. നേരത്തെ ഉണ്ടല്ലോ എവിടെങ്കിലും അമ്മായിക്ക് പോണെങ്കിൽ എന്നെയും കൂട്ടിക്കൊണ്ടേ പോകത്തുള്ളൂ. ഇപ്പൊ നീ വന്നതുകൊണ്ട് എന്നെ തിരിഞ്ഞു പോലും നോക്കണില്ല. നിങ്ങളുടെ കുറെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത് കഥ? അമ്മായി ലച്ചൂസും ഭയങ്കര കറക്കമായിരുന്നു എന്നൊക്കെ. ഒരുമിച്ച് ചായ കുടിക്കാൻ പോകുന്നു, ഒരുമിച്ച് സിനിമയ്ക്ക് പോകുന്നു. അതാരാ പറഞ്ഞേ? അതാരേലും പറയട്ടെ. അറിയാം, പാറുവായിരിക്കും പറഞ്ഞത്. അവക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്തു പറഞ്ഞാലും പാറോളിന്റെ മെക്കിട്ടം കേൾക്കുന്നു. ആ കൊച്ചിങ്ങനെയും ജീവിച്ചു പൊക്കോട്ടെ. എനിക്ക് നാണമില്ലടോ കൊച്ചു പിള്ളേരോട് വഴക്കൂടെ. എടാ അവള് ഒട്ടും മോശമൊന്നുമല്ല. എന്നെ പറയാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ ആ ഗ്യാപ്പിൽ അവള് വേറെ എന്തെങ്കിലും കൂതി പിരിപ്പിച്ചൊക്കെ പറയും. പിന്നെ ഒന്ന് താന്നു കൊടുത്ത് കഴിഞ്ഞാൽ തലയെ കയറി നാടോടി നൃത്തം കളിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ശരി, ആ നാടോടി നൃത്തം കളിക്കാനുള്ള സ്ഥലം ആ തലയിലുണ്ട്. സിദ്ധുവേ വരുന്നുണ്ടല്ലോ. എവിടെയായിരുന്നു കറക്കം? ഞങ്ങൾ ഒന്ന് ജംഗ്ഷൻ വരെ പോയേക്കുമായിരുന്നു. കാക്കനാട് വരെ പോണെന്ന് വിചാരിച്ച്, പക്ഷെ പോയില്ല. ഞങ്ങൾ ജംഗ്ഷനിൽ പോയി തിരിച്ചു വന്നു. ജംഗ്ഷനിൽ എന്തായിരുന്നു പരിപാടി? ജംഗ്ഷനിൽ എന്തൊരു പരിപാടി? പോയി ചുമ്മാ പരിപാടി. എനിക്ക് പരിപാടി പ്രത്യേകിച്ചില്ല. ഞാൻ ലൈറ്റ് ആയിട്ട് ചായ കുടിച്ചത്. എന്നാ പിന്നെ എന്നെ വിളിച്ചുകൂടാതെ? എന്തിനാണ് ഈ മെനകെട്ടനെ കൊണ്ടുപോയത്? അവരങ്ങ് കൊണ്ടുപോയി. പക്ഷെ ഒരു കാര്യം, 100 രൂപ തീർന്നു കിട്ടി. 100 രൂപ തീർന്നു കിട്ടിയോ? അതെങ്ങനെ? ചായ കുടിച്ചെന്ന് പറഞ്ഞില്ലേ? ചായ കുടിക്കാൻ 100 രൂപ? ചായ കുടിക്കാൻ 100 രൂപ അല്ല. അവിടെ ചെന്നപ്പം മോന് 2 പരിപ്പുവട, 2 മുട്ട ബജി, 2 പഴംപൊരി, അങ്ങനെ എല്ലാം കൂടി 100 രൂപ തീർന്നു കിട്ടി. അത് നമ്മൾ ഈ കഴിച്ച് വരുമ്പോ ഫ്ലോയിലൊക്കെ പോകാൻ അറിയത്തില്ല അളിയാ. ഞാനേ നിങ്ങൾ വരാൻ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. പുറത്തു പോവാൻ വണ്ടി വേണമായിരുന്നേ. ഞങ്ങള് പറഞ്ഞല്ലോ പെട്ടെന്ന് വരുമെന്ന്. ഈ ജംഗ്ഷൻ വരെ പോകാൻ എന്താണ് വണ്ടി കൊണ്ട് പോണേ? നടന്നു പോയാ പോയി. ജംഗ്ഷൻ വരെ നല്ല ദൂരം ഉണ്ട് കേട്ടാ. ദൂരമൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ ഒന്ന് ശരീരമൊക്കെ അനങ്ങാൻ നടക്കുന്നത് വളരെ നല്ലതാണല്ലോ. ശരി, ശരീരമൊക്കെ അനങ്ങി ലച്ചൂസ് മാത്രം നടന്നു പോകും. ഞങ്ങളെല്ലാം വണ്ടി ഉപയോഗിച്ചോളാം. അതല്ല സിദ്ധു, ഈ ആവശ്യത്തിനും ആവശ്യമില്ലാത്തതിലേക്ക് ഈ വണ്ടിയും കൊണ്ട് പോകുന്ന എന്തിനാ? ഈ നടന്നു പോകാനുള്ളടത്തൊക്കെ നടന്നു പോയാ പോരെ? എടേ, വീട്ടിലൊരു വണ്ടി ഇരുന്ന് എല്ലാരും വണ്ടിയിൽ അങ്ങ് പോവും. അത് സാധാരണമാണ്. ഇതേ അളേ അമ്മായി, സംഭവം എന്താണെന്നറിയോ? നമ്മളെ വണ്ടി ഓടിച്ചു പോകുന്ന പോലെ ചേച്ചിക്ക് വണ്ടി ഓടിച്ചോണ്ട് പോകാൻ പറ്റൂലല്ലോ. കാരണം എന്താ? വണ്ടി ഓടിക്കാറിലൂടാ. അതിന്റെ അസൂയാണ് അളയാ. അസൂയ? എനിക്കെന്തിനാ അസൂയ? നീ നോക്കോ, ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കും. വണ്ടി ഓടിക്കാൻ പഠിക്കും. വണ്ടി ഓടിക്കാൻ പഠിക്കും. ചേച്ചിയാ? അപ്പൊ എങ്ങനെയാ സെക്കൻഡ് വണ്ടി എടുക്കല്ലേ? അതിന് സെക്കൻഡ് വണ്ടി എന്തിനാ? വണ്ടി ഉള്ളപ്പോ വേറെ വണ്ടിയുടെ ആവശ്യമില്ലല്ലോ. ഏത് വണ്ടി? ഈ വണ്ടി. ഈ വണ്ടിയിൽ ഞാൻ ഓടിച്ചോടിക്കും. വണ്ടി ഉള്ളപ്പോ പിന്നെ എന്തിനാ കാശ് കൊടുത്ത് വേറെ വണ്ടി മേടിക്കണേ? ഇതിൽ തന്നെ ഓടിച്ച് പഠിച്ചാ പോരെ? നീ വിചാരിക്കണ പോലെ അല്ല കേട്ടാ, ഇത് നല്ല ഭാരമുള്ള വണ്ടിയാ. ഈ ഭാരമുള്ള വണ്ടി ഞാൻ തലയിൽ വെച്ച് ചുമന്നുകൊണ്ടല്ലോ നടക്കുന്നത്. ഓടിച്ച് പഠിക്കാനല്ലേ? നീ നോക്കിക്കോ, ഒരാഴ്ചക്കുള്ളിൽ ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കും. പഠിക്കും. എന്താ? അല്ല ചേച്ചി പഠിക്കും. ചേച്ചി പക്ക പഠിക്കും. ഞാൻ വിട്ടോട്ടെ. പോയിട്ട് വരാം. ഓക്കേ. സിദ്ധുവേ, പെട്ടെന്ന് വണ്ടി കൊണ്ട് കൊടുക്കണം. വണ്ടി ഓടിച്ച് പഠിക്കാനുള്ളതാ. പെട്ടെന്ന് എത്തിക്കാവേ വണ്ടി. ഉച്ചം അല്ലേ? അതെ. ആ വണ്ടി ചേച്ചി ഓടിച്ച് പഠിക്കാൻ പോണം. പഠിക്കണോടാ? ഞാൻ പഠിക്കും, നോക്കിയോ. പഠിച്ചോ, നല്ലേ കേശുവേ. എല്ലാത്തിനും പുച്ഛം നോക്കിയേ. പുച്ഛം ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. செல்லம் சாப்பிடு. என்ன இது? சரி, ஒரு கதை சொல்லி கொடுக்கவா? ஒரு காக்கா வந்து இப்படி பறந்து 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 வரன்னு அப்பா செல்லம். இனி ஒரு வாய்.
ஒரே ஒரு வாய். அந்த காக்கா இருக்குல்ல இப்படி வந்துட்டு இப்படி செல்லம் இல்ல. இந்த பாரு பாரு கொஞ்சமா இப்ப சாப்பிட்டு காமிச்சு தருவான். ஆ, 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 ஆம். அப்ப நீயும் சாப்பிடு. கல்லு சாப்பிட்டா தான் பெருசாக, பெருசானா தான் சக்தி வரும். சக்தி வர வேண்டாமா? உனக்கு சக்தி இருக்கு. ஐயோ இது வந்து சின்ன சக்தி தானே, இந்த மாதிரி பெருசா சக்தி வேண்டாமா? ஐயோ சாப்பிட சொல்லும். ശക്തി കൂടി പാർക്കുഞ്ഞു ഇപ്പൊ പഞ്ഞിക്കിടുന്ന ജോലിയുണ്ട്. പഞ്ഞിക്കിടുവാളാ? ചെല്ലാം കല്ലു, ഇവ അടിച്ചാലും ഉനക്ക് വലിക്കവേ വലിക്കാது. ഇവളിപ്പോ ഒരു അടിയടിച്ച് ഞാൻ താഴെ കിടക്കും. അടിച്ചപ്പോ താഴെ കിടന്നില്ലല്ലോ. കണ്ട പാർക്കുഞ്ഞിക്ക് മേടിച്ചോ? ഇല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം പാർക്കുഞ്ഞമ്മയാ. കല്ല് സോപ്പിടാൻ പിടിക്ക അവളുടെ അമ്മയെ പോലെ. ആരുടെ അമ്മേനെയോ കുറ്റം പറയണേ? അയ്യോ ചേച്ചി ഞാൻ കുറ്റമല്ല ചേച്ചി പറഞ്ഞേ. കല്ലൂര് ഞാൻ അമ്മയെ പോലാണ് അത് പറഞ്ഞോണ്ടിരിക്കാൻ. അമ്മ അമ്മയെ കുറ്റം പറഞ്ഞതാ. എനിക്കറിയാം അമ്മേനെ കുറ്റം പറഞ്ഞാന്ന്. കുറച്ച് ദിവസമായി ഞാൻ നോട്ടം വിട്ട് വെച്ചേക്കുന്ന്. തരാം കേട്ടോ. ആന്റി ഇത് പുട്ടുണ്ടാക്കിയ? ഇല്ലേ ലച്ചു? പിന്നെ ഇവക്ക് പുട്ടും അവിടെ ഇഡ്ഡലി എന്താ? ചേച്ചി ഇത് പുട്ടല്ല ഇഡ്ഡലിയാ, ഞാൻ പുട്ടാക്കിയതാ. ഈ കൊച്ചിനെയും കൊണ്ട്. ആന്റി നമ്മൾ ഈ ബ്രേക്ക് വിടുമ്പോഴല്ലേ ആക്സിലേറ്റർ വിടുക്കുന്നത്? എന്ന ഒന്നുമില്ല. എന്ന ലച്ചു? ബ്രേക്ക്, ഇത് ക്ലച്ച്, ഇത് ഗിയർ. എന്ന ലച്ചു? ആന്റി ഒരാഴ്ചത്തേക്ക് എന്നെ സിദ്ധുവിനെ ഇങ്ങനെ ശല്യപ്പെടുത്തരുത് കേട്ടോ. എന്ന? ഞാനേ ബൈക്ക് ഓടിക്കാൻ പഠിച്ചാലോ എന്ന് ആലോചിക്കുമായിരുന്നു. എന്താ ബൈക്ക് ഓടിക്കാൻ പഠിച്ചാലോ എന്ന് ആലോചിക്കുമായിരുന്നു. ഈ എവിടെയെങ്കിലും പോണെങ്കിൽ എല്ലാരെയും ഡിപ്പെൻഡ് ഒക്കെ ചെയ്യണ്ടേ? ഡിപ്പെൻഡ് ചെയ്ത് മടുത്ത്. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് ബൈക്ക് ഓടിക്കാൻ പഠിക്കാന്ന്. അത് നല്ല വിഷയം. അപ്പൊ ആദ്യം സൈക്കിൾ ഓടിക്കാൻ പഠിക്കണം. സൈക്കിൾ ഓടിക്കാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് സൈക്കിളൊക്കെ ഓടിക്കാൻ അറിയാം. ഞാൻ പണ്ടിവിടെ കുറെ സൈക്കിളൊക്കെ ചവിട്ടി കടന്നിട്ടുള്ളതാ. അതിന്റെ വീണിട്ടുണ്ടല്ലോ. അതിപ്പോ സൈക്കിൾ ചവിട്ടുമ്പോ വീഴൂലേ? അതിപ്പോ ഒന്ന് ഓടിച്ചു നോക്കി കഴിഞ്ഞാൽ സൈക്കിൾ ബാലൻസും കിട്ടും. എന്താ മായി കിണിക്കണേ? ഒന്നുമില്ല, കൊറേ നേരമായി കേട്ടോ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ വെറുതെ നിന്നാണ്, നിന്നെ കാണുമ്പോ എനിക്ക് ചിരി വരണം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ. അതാ ഞാൻ പറഞ്ഞു എന്നെ കളിയാക്കണ എന്താണെന്ന്. കളിയാക്കണല്ലേ? നീ ബൈക്ക് ഓടിക്കാൻ പഠിക്കണ്ടേ? ലച്ചു എന്ത് ബൈക്കിൽ പഠിക്ക പോற? നമ്മുടെ ബൈക്കിൽ പഠിക്കും. അയ്യോ അത് ரொம்ப വെയിറ്റ് താനേ, എപ്പടി കത്തുപ്പ? ചേട്ടാ ഇതെന്തൊരു കഷ്ടമാണ്. എല്ലാരും വണ്ടിക്ക് ഇത്ര വെയിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ? എല്ലാരും ഓടിക്കുന്ന വണ്ടി അത് തന്നെയല്ലേ, പിന്നെ എന്താണ് പ്രശ്നം? ഫോർ എക്സാമ്പിൾ ലോറിയുടെ ഡ്രൈവറും എന്ത് വലിപ്പ വ്യത്യാസമുണ്ട്. അയാൾ ആ ലോറി തലയിൽ വെച്ച് ചുമന്നോണ്ടല്ലോ പോണത്, ഓടിച്ചോണ്ടല്ലേ പോണത്. അതുപോലെ തന്നെ ഫ്ലൈറ്റ് പൈലറ്റ് വലിച്ചോണ്ടല്ലോ പോണത്, ഓടിച്ചോണ്ടല്ലേ പോണത്. പിന്നെന്താ പ്രശ്നം? ആമാല, ഇതെല്ലാം ഞാൻ യോസിക്കവേ ഇല്ല ലച്ചു. അയ്യോ ഞാൻ വണ്ടി ഓടിക്കാൻ പറ്റും. ലച്ചു அந்த ബൈക്കിൽ ഉനക്ക് കാൽ എത്തുമാ? അത് കാലെത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, 2 കട്ട വെച്ചാ. ബൈക്ക് ഓടിക്കുമ്പോ അമ്മ കാറ്റോണ്ട് പറന്നു. പറഞ്ഞ കേട്ടാ ബൈക്ക് ഓടിക്കുമ്പോ കാറ്റോട് പറന്നു പോകുന്നു. ബോഡി ഷേമിങ് ചെയ്യുന്ന എടി നിന്നെ ഞാൻ നോക്കിക്കോ. നിന്നെ ഉണ്ടല്ലോ ബോഡി ഷേമിങ് ചെയ്തതിന്റെ പേരിലേ ഞാൻ പോലീസിന് പിടിച്ചിട്ടു. അയ്യോ എന്ത് അയ്യോ? പോലീസുകാർ കൊണ്ട് ഇടിക്കും, പേടിപ്പിക്കും. അവിടെ ഈ ഇഡലിയും മുട്ടയും ദോശയൊന്നും കിട്ടൂല. നല്ല ഗോതമ്പുണ്ടേ ഇല്ലല്ലോ, അത് തിന്നുകൊണ്ട് അവിടെ ഇരിക്കേണ്ട വരും. പിടിച്ചു കൊടുക്കട്ടെ? വേണ്ട. ഇനി ബോഡി ഷേമിങ് ചെയ്യൂ? ഇല്ല. അവള് മുട്ടയെന്ന് വിരിഞ്ഞില്ല, അതിന് മുന്നേ ബോഡി ഷേമിങ് കൊണ്ട് ഇറങ്ങിയേക്കുക. കല്ലു അമ്മ ചുമ്മാ சொல்றாங்க. ചുമ്മാതൊന്നുമല്ല, ചിലപ്പം പിടിച്ചു കൊടുക്കും. എന്റെ അമ്മയല്ലേ. ആ പേടി വേണം നോക്കിയോ. എന്റെ ലച്ചുവേ, ഞാൻ നിനക്ക് വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചുതരാം. എടോ തന്റെ ഔദാര്യം ഒന്നും എനിക്ക് വേണ്ട. എന്നെ കെട്ടിയോനുണ്ട്, കെട്ടിയോനെ ഓടിപ്പിച്ചോളൂ. ശരി ആയിക്കോട്ടെ, കെട്ടിയും പാടിപ്പിച്ചാട്ടെ. എന്ത് ഒന്നുമില്ല. ചിരിയല്ലേ? ചിരി ഞാൻ നിർത്തി തരാം കേട്ടാ. ആണോ? ആ ശരി ആയിക്കോട്ടെ, വണ്ടി ഓടിക്കാൻ പഠി. ആ ഈ നമ്മള് ബ്രേക്ക് വിടുമ്പോഴല്ലേ ക്ലച്ച് പിടിക്കണത്? കെട്ടിയോനടുത്ത് ചോദിച്ചു വരും. പോടന്ന് ഇറങ്ങിപ്പോ. കല്ലു നമ്മ സാപ്പിടലാമാ? പോലീസ് വരും. മലയിൽ ഭക്ഷണം കഴിച്ചോ? ആമാ ആമാ. എന്നാ വാ സ്റ്റേഷനിൽ കൊണ്ടുപോവാം. പോലീസ്
വല്ല ആവശ്യം ഉണ്ടായിരുന്ന ചെന്ന് കേറി അടി മേടിച്ചു വെച്ചിട്ടത്. മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കും. நல்ல குழந்தை தானே. അവിടെ എങ്ങാനും കൈ വെച്ചാ സോറി പറ. ഇല്ല. സോറി പറഞ്ഞോ? ஐயோ பாவம் பாவம். സോറി പറ. അമ്മ പറഞ്ഞ പോലീസിന് പിടിച്ചു കൊടുക്കത്തില്ലെന്ന്. ശരി, അമ്മ പോലീസിന് പിടിച്ചു കൊടുക്കത്തില്ല. നീ ആന്റി അടുത്ത് സോറി പറ. സോറി. அச்சோடா. കണ്ട, ഇത്രേ ഉള്ളൂ ഡീലിങ്സ്. ഇത് ബ്രേക്ക്, ഇത് ആക്സിലേറ്റർ, ഇത് ഗിയർ അല്ലേ? എന്നാ പട്ടി വെട്ടം തന്നെ. പൊന്നിലെച്ചു ഞാൻ പറഞ്ഞ കേക്ക് റിസ്ക് ആണ്. ഒരു റിസ്ക് ഒക്കെ ഞാൻ നോക്കിക്കോളാം. വാ. പറയുന്നൊന്ന് മനസ്സിലാക്കട ചക്കര പ്ലീസ്. എന്താടാ എന്റെ അവസ്ഥ ഒന്ന് നീ മനസ്സിലാക്കടാ പ്ലീസ്. അതൊന്നും എന്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കി. സിദ്ധു വാ 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 പ്ലീസ് എടാ. എന്റെ സിദ്ധു നീ ഇങ്ങനെ പേടിക്കണം എന്തിനാ? എനിക്ക് പേടിയാ. സിദ്ധു നീ ആദ്യം ഇങ്ങനെ പേടിക്കല്ലേ. ഞാൻ പേടിക്കും. സിദ്ധു ഞാൻ പറയുന്ന ഒരു കാര്യം നീ മനസ്സിലാക്കണം. നീങ്ങുവാ. എടാ വേണ്ടടാ. എടാ നീ വന്നേ. കഷ്ടമാടി ഇത്. ഈ വണ്ടി ഉണ്ട്, ഈ വണ്ടി. ഈ വണ്ടി ഓടിക്കാൻ ഞാൻ നിന്നെ അല്ല പഠിപ്പിക്കുന്നത്, നീ എന്നെയാണ് പഠിപ്പിക്കുന്നത്. അതാണ് എന്റെ പേടി. നിന്റെ പുറകെ ഞാൻ ഇരിക്കണ്ടേ? വേണ്ടേ? അത് വേണം. എടാ എന്താണ് ഒന്ന് പഠിപ്പിക്കടാ പ്ലീസ് എടാ. നമുക്കിത് വേണ്ട. ഓഹോ, അപ്പോ എനിക്കൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ നീ എന്റെ കൂടെ നിക്കൂല അല്ലേ? കൈവിട്ട് കളയും. എന്റെ ലച്ചൂസെ അതല്ല, നമുക്ക് ആദ്യം സ്കൂട്ടി വല്ലതും മേടിച്ചിട്ട് ആദ്യം പഠിക്കാം, എന്നിട്ട് മതിയടാ ബൈക്കൊക്കെ. റിസ്ക് ആണ്. സ്കൂട്ടി ആണെങ്കിലും വണ്ടി ആണെങ്കിലും വണ്ടി തന്നെയല്ലേ, റിസ്ക് ഒന്നാണ്. പിന്നെ എന്താ പ്രശ്നം? ഇവളെ കൊണ്ട് തോറ്റ്. എടാ അത് മാത്രല്ല, ഈ വണ്ടിയിൽ തന്നെ ഞാൻ പഠിക്കത്തുള്ളൂ എന്ന് ഞാൻ വെല്ലുവിളിച്ചിട്ടാ വന്നേക്കുന്നത്. വെല്ലുവിളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? എന്ത് കാര്യം? നീ രാവിലെ കണ്ടല്ലോ എല്ലാരും കൂടെ ഞാൻ വട്ടത്തിൽ നിന്ന് കളിയാക്കിയത്. എന്റെ അഭിമാന പ്രശ്നമാണ്. സഹായിക്കും. കണ്ടാ കളിയാക്കട കണ്ട. എന്തിനാ കിടന്ന് കിഴിക്കണേ? എന്ത് എന്തോ എന്തിനാ മോളെ? വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞില്ലേ? വണ്ടി ഓടിക്കാൻ നിനക്ക് എന്താടാ? അവസാനം കോമഡിയോ ഇപ്പൊ കാണാൻ കളിയാ. എന്ത് കോമഡി ആവുന്ന്? ഒന്നുമില്ല, ചുമ്മാ പറഞ്ഞതേ ഉള്ളു. സിദ്ധു നീ എന്നെ പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ? അളിയോ കളിയാ. നിനക്ക് ഒരു അവസരം തരാം. ഓ ചേച്ചിയോടും ചെന്നിട്ടേ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാവോ? അവൻ പഠിപ്പിക്കൊന്നും വേണ്ട, എന്നെ നീ പഠിപ്പിച്ചാ മതി. അത് തന്നെ, അളയാൻ പഠിപ്പിച്ചാ മതി. കാരണം എന്റെ പൊന്നളിയാ ഞാൻ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഒരു കുഞ്ഞു മനുഷ്യനാണ് ഞാൻ. ആണല്ലേ? ഞാൻ തന്നെ പഠിപ്പിക്കണം അല്ലേ? ആ അമ്മായി ഞാൻ പഠിപ്പിക്കൂല. നേരത്തെ ഞാൻ ചോദിച്ചപ്പോഴേ അവക്ക് ഔദാര്യം വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇല്ല. അല്ല അതല്ല, ഇന്നേതാ ദിവസം? ഇന്ന് ട്യൂസ്ഡേ. ട്യൂസ്ഡേ ആണല്ലേ? അപ്പൊ സീനാണ്. ഇന്ന് വണ്ടി എടുത്തിറങ്ങി കഴിഞ്ഞാൽ ആക്സിഡന്റ് ഉറപ്പാ. അങ്ങനെ ആര് പറഞ്ഞു ട്യൂസ്ഡേ പഠിച്ചു കഴിഞ്ഞാൽ ആക്സിഡന്റ് ഉറപ്പാണെന്ന്? അത് ഇവന്റെ അച്ഛൻ പറഞ്ഞായിരിക്കും. എന്റെ ഡാഡിയെ പറയല്ലേ. ആഹാ, അല്ല ഇതിപ്പോ ഒന്ന് പഠിപ്പിച്ചു തരാൻ പറ്റുമോ നിനക്ക്? അളിയനറിയാം, ചേച്ചി ആദ്യം ഓടിക്ക്. അതാ ഒജാ പറഞ്ഞോണ്ടിരിക്കുന്നേ. ചേച്ചി ഓടിക്കണമെങ്കിൽ ചേച്ചിക്ക് വണ്ടി ഓടിക്കാൻ ആരെങ്കിലും പഠിപ്പിച്ച് തരണ്ടേ? എന്നാ വണ്ടി എടുക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഈ വണ്ടിയിലൊന്ന് കേറി ഇരുന്ന് നോക്കിയാലും. എന്ത് ചിരിക്കണേ? സിദ്ധു ഞാൻ കേറി ഇരിക്കാൻ പോവാ, നീ എന്റെ കൂടെ വന്നേ പറ്റത്തുള്ളൂ. ഇരിക്കട്ടെ. പിടിക്കുക, അല്ലെങ്കിൽ ഞാൻ വീണാലോ. പിടിയളിയാ, വണ്ടിയും ചേച്ചിയും കൂടെ കിടക്കണേല് ഇത് പിടിച്ചോ. ഇരിക്കട്ടെ. ഇല്ലേ വേണ്ടല്ലേ, ഞാൻ അപ്പുറത്തേക്ക്. എന്തോന്ന് സർവേ കല്ലിൽ ഓന്തിരിക്കുന്നു. പോയോ ചേ? സർവേ കല്ലിന്റെ എന്താ ചെയ്യണ്ടേ? അതൊന്ന് തിരിച്ച് എങ്ങോട്ട്? ഇങ്ങനെ. ഇങ്ങനെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു ബാക്കി നാളെ. അതല്ല, ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോ കുടു 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 ഒച്ച വരില്ലേ? അതെങ്ങനെയാ? ഗുഡു 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 പറഞ്ഞതാ. അപ്പൊ ഇത് പിടിച്ച് തിരിക്കും. ഏത്? ഇത് ചുവപ്പ്. വെറുതെ തിരിച്ചാ മതിയോ? ആദ്യം ഒരു തിരി. ഇല്ല ഒരു സൗണ്ടും ഇല്ല, ഒരു പ്രശ്നമില്ല. അളിയാ ന്യൂട്രലല്ലേ? ഇനി ഇത് തിരിച്ചു. ന്യൂട്രോ? ഇത് ഇങ്ങോട്ടോ? ഇങ്ങോട്ട്. ഇങ്ങോട്ട്. എങ്ങനെയുണ്ട്? ഓക്കെ, ഹാപ്പി? അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അല്ല, നമ്മള് വണ്ടിയില് പുറത്തേക്ക്. എങ്ങോട്ട്? അങ്ങനെ റോട്ടിൽ കൂടെ. റോട്ടിൽ കൂടെയോ? അതൊക്കെ റിസ്ക് ആണ്. റിസ്ക് ഒന്നുമില്ല, നമുക്ക് പോവാം. ചേച്ചിക്ക് എന്താ ചേച്ചി റോട്ടിൽ കൂടെ
വണ്ടിയുടെ ചാവിയുടെ എത്ര നേരം ചോദിച്ചപ്പോ അല്ല ഇവൻ പുറകെ നിർത്തി കയ്യിൽ പിടിച്ചിങ്ങനെ ഓടിപ്പിക്കുമല്ലോ അന്നൊരു കാര്യം ചെയ്, നീ വണ്ടി എടുക്ക്. എന്നിട്ട് നീ ആദ്യം വണ്ടി എടുക്ക്. എന്നിട്ട് കൂടെ പറ. അത് ഞാൻ പറയാം, നീ വണ്ടി എടുക്ക്. അയ്യാ അല്ലെ പളയനെ ഓടിക്കാൻ പഠിപ്പിക്കാൻ പോണത്. എടാ നീ വണ്ടി എടുക്കടാ. വണ്ടി എടുക്ക്. ഓർഡർ ഇടുന്നോ? അളയാ അളയനൊരു കാര്യം ചെയ്, ചേച്ചിയെ ഫ്രണ്ട് എടുത്ത് കല്ലൂരിക്കുന്ന പോലെ, എന്നിട്ട് അളയനെല്ലാം ചേച്ചിയെ പഠിപ്പിച്ചു കൊടുത്തു. മാഡം, ചേച്ചി വണ്ടി ഓടിച്ചു തുടങ്ങുമ്പോഴേ ചേച്ചി ചേച്ചി എന്നും പറഞ്ഞ് പുറകെ വാ കേറാൻ ശരിയാക്കി തരാൻ കേട്ടാ. ചേച്ചി ഓടിക്കുവാണെങ്കിൽ ഞാൻ കയറത്തില്ല. വണ്ടി എടുക്ക്. എന്നിട്ട് എന്നിട്ട് നീ ആദ്യം വണ്ടി എടുക്കടാ. ഏട്ടാ പോയിട്ട് എവിടെ പോവാ ചേച്ചി? ചായ കുടിക്കാൻ. ഇരിക്കട്ടെ. പിടിച്ചോ. പോട്ടെ. ടാറ്റാ. പാവം അളയനല്ലേ. റെഡ് അടിച്ചാ മതിയോ? ഇവിടെ 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 അടിക്കണേ. പിന്നെ ഇവിടെ അടിക്കണ്ടേ? അവിടെ അവിടെ. ആരാ പറക്കുഞ്ഞേ? എന്റെ അച്ഛനും അമ്മയും. എന്ത് നോക്കണേ? അതെ, പറ്റാത്ത പണി ഏക്കാൻ നിക്കരുത്. പറ്റില്ലെങ്കിൽ അപ്പൊ തന്നെ പറ്റില്ലെന്ന് പറയണം. എന്റെ പൊന്നിൽ വെച്ചോ നിന്നേ. നിനക്ക് ഇത്ര പേടിയാണെങ്കിൽ എന്തിനാ ഈ പണിക്ക് ഇറങ്ങിയേ? എന്തിനാ ഈ പണിക്ക് ഇറങ്ങി? എന്തിനാ ഈ പണിക്ക് ഇറങ്ങിയെന്നാ? എന്റെ പൊന്ന് സിദ്ധു, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ വണ്ടിയുടെ മേളിൽ കയറി ഇരിക്കുന്നത് തന്നെ. അതൊരു മല പോലത്തെ വണ്ടി. മനുഷ്യന് ഇത്തിരി സാവകാശമൊക്കെ താ. നിന്റെ അടുത്ത് ഞാൻ ആദ്യമേ പറഞ്ഞില്ല നിന്നെ കൊണ്ട് നടക്കത്തില്ലെന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞേ? ബൈക്ക് തലയിൽ വെച്ചോണ്ടല്ലോ പോകുന്നതെന്ന്. ഞാൻ അങ്ങനെ പലതും പറയും. അതെ, ഒരു കാര്യം ചെയ്ത് തുടങ്ങുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ. ആര് ബുദ്ധിമുട്ടിന്ന്? ഞാൻ ബുദ്ധിമുട്ടി. നിന്റെ പുറകെ ഇരുന്ന് ബാലൻസ് ചെയ്ത് കാലുകുത്തി. ഞാൻ നിന്റെ അടുത്ത് മര്യാദയ്ക്ക് പറഞ്ഞല്ലേ പാറമഴ അവിടെയുള്ള റോട്ടിൽ പഠിക്കാന്ന്. അപ്പൊ നിനക്ക് പറ്റത്തില്ല. അയ്യടാ, അപ്പൊ ഞാൻ ജീവനോട്ടിരിക്കുന്നത് വലിയ ആഗ്രഹമൊന്നുമില്ലല്ലേ? ഒന്നാം തവണ മൊത്തം വെള്ളം കയറിയിരിക്കുക, എന്നിട്ടുള്ള ഞാൻ ഇനി വെള്ളം കുടിച്ചാവാൻ. അല്ലയാ എന്തായി? ലജേച്ചി കുറച്ചെങ്കിലും ഓടിച്ചു പഠിച്ചാ? ഉറച്ചല്ല, നല്ല അസലായിട്ട് പഠിച്ചു. ஐயோ ഇനി നേരെ ചെല്ലുക, ലൈസൻസ് എടുക്കുക. சூப்பர் தான், எனக்கு தெரியும் என்னோட லெச்சு. ഇപ്പൊ ഒരാള് പടം ആയനെ. ஐயோ அது என்ன? അതെന്റെ മിസ്റ്റേക്ക് ഒന്നുമല്ല. എന്റെ ആന്റി, അയാൾ കണ്ടോണ്ടിരിക്കുവാണ് ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. എന്നാ പിന്നെ അയാൾ മുമ്പിൽ വന്ന് ചാടണത്തിന് അയാൾക്ക് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നൂടെ? എനിക്കൊരു ഡൗട്ട് ഉണ്ടടാ, അയാളെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന ചേട്ടനാണെന്നാ. ആഹാ, അപ്പൊ ചായ കുടിക്കാൻ പോയ നിങ്ങള് വണ്ടി ഓടിക്കാൻ പഠിക്കാൻ തുടങ്ങിയ? നല്ല രീതിക്ക് പഠിക്കാൻ തുടങ്ങി. പാലച്ചൂടിന്റെ അപ്പുറത്തുള്ള റോഡ് കണ്ടപ്പോഴേ, സ്ട്രൈറ്റ് റോഡ്, ഇപ്പൊ കവടക്കൂടെ തന്നെ വണ്ടി ഓടിക്കണമെന്ന്. അത് ആ സമയത്ത് ഒരു പട്ടിക്കുഞ്ഞു പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടല്ലേ ഞാൻ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞേ. എന്റെ ലച്ചു, ആ ചേട്ടൻ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ നമ്മളിപ്പോ സമാധാനം പറയേണ്ടി വന്നേനെ. ചേച്ചി, റിസ്ക്കും ടെൻഷനും ഇല്ലാതെ ഒന്നും പഠിക്കാൻ പറ്റത്തില്ല. ഞാൻ തന്നെ എത്ര റിസ്ക് എടുത്തിട്ട് ഒരു പാഠം പഠിക്കുന്നത്. ലജേച്ചി, ഞാൻ ഒരു അഡ്വൈസ് തരട്ടാം. പറ. ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോവാ, അങ്ങ് പഠിക്കുക, പ്രശ്നം കഴിഞ്ഞു. അയ്യടാ, ഡ്രൈവിംഗ് ആശാന്റെ വാലിക്കണ കേൾക്കാവുന്ന എന്നെ കൊണ്ടുപോയ പുള്ളി എന്തെങ്കിലും എന്റെ അടുത്ത് പറയും, ഞാൻ തിരിച്ച് രണ്ട് അങ്ങോട്ട് പറയും. എന്തിനാണ് വെറുതെ അലമാവണേ? ചേച്ചി ഇവിടെ പറയുന്ന പോലെ വെളിയിറങ്ങി പറഞ്ഞാലേ നല്ലത് കിട്ടും. അതല്ലേ കൊച്ചെ ഞാനിപ്പോ പറഞ്ഞത്. അമ്മ, നമുക്ക് വണ്ടി എടുത്തോണ്ട് പോവാം. അങ്ങനെയാണെങ്കിലേ ഒരു കാര്യം ചെയ്യും, അമ്മയും മോളും കൂടെ പുറത്തൊരു ടയർ കിടപ്പുണ്ട്, അത് ഉരുട്ടി പഠിക്കാതെ. സിദ്ധുവേ, മനുഷ്യനെ കൂടുതൽ അങ്ങ് ചവിട്ടി താഴ്ത്തല്ല കേട്ടാ. നിനക്ക് പറ്റില്ലെങ്കിൽ നീ പഠിപ്പിക്കണ്ടോ? എന്നെ എന്റെ ഗൗരിയമ്മായി പഠിപ്പിക്കും. ഏത് ഗൗരിയമ്മായി? കുറച്ചെടുത്ത് പറഞ്ഞിട്ടല്ലോ എന്റെ ഔദാര്യം ഒന്നും വേണ്ടെന്ന്. നീയേ നിന്റെ സിദ്ധു ഗുരുവിന്റെ പഠിച്ചാ മതി വണ്ടി ഓടിക്കാൻ, കേട്ടോ? ഓ, അപ്പൊ താനും എന്നെ പഠിപ്പിക്കില്ല അല്ലേ? ഇല്ല. ശരി. எல்லாருக்கும் சமாதானமான ஒரு விஷயம் நான் சொல்லவா? ஸ்ட்ராங்கா ஒரு நாரங்க வெள்ளம் கொடுக்குறேன், குடிச்சுக்கோங்க, தலையெல்லாம் கூலாகும். என்ன சொல்றீங்க? ഇവളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരും ആന്റി. അളിയാ, ഞാൻ ഒരു വഴി പറയട്ടെ. അല്ലേ ഇനിയിപ്പോ വേണ്ട, ഞാൻ പറയട്ടെ. അവസാനം എന്റെ അഞ്ചത്തെ കയറിയിരുന്ന പൊങ്കാലയുടെ. എന്തായാലും ഇത്രയും പേര് പറഞ്ഞില്ലേ, ഇനിയിപ്പോ നീയും കൂടെ പറയട്ടാ. നമ്മുടെ കുരിശടി ഇല്ലേ ചേച്ചി, അതിന്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ നല്ല വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ എല്ലാ ദിവസവും രാവിലെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നുണ്ട്. അതും ചേച്ചിക്ക് പറ്റൂല്ലെങ്കിൽ വൈകിട്ട് 4 മണിക്ക് ശേഷമാണെങ്കിൽ ഗ്രൗണ്ട് ഫുൾ ഫ്രീ ആണ്. എന്ത് വേണേലും അവിടെ കിടന്ന് കാണിക്കാം. എന്റെ അളിയ, അതൊന്നും ഇവക്ക് പറ്റത്തില്ല. ഇവക്ക് റോഡിൽ ബഹളം വേണം, വണ്ടികൾ വേണം, സിഗ്നൽ വേണം, വളവും തിരിവും വേണം. ആണാ? എന്നാ പിന്നെ വൈറ്റിലെ ജംഗ്ഷനിൽ കൊണ്ടുപോയി പഠിപ്പിച്ച് നന്നായിരിക്കും.
എടോ എടോ തനിക്ക് എന്നെ പഠിപ്പിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലല്ലോ. എന്നാ പിന്നെ അത് പറ. എന്നെ ആരും പഠിപ്പിക്കൊന്നും വേണ്ട. പ്രശ്നം തീർന്നില്ലേ? പോയാ പോയി 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 കിടക്കട്ടെ. Oh my God. പഠിക്കണ്ടെങ്കിൽ പഠിക്കട്ടെ, അത്രേ ഉള്ളൂ. അച്ഛാ അമ്മ വാതിലടിച്ച അച്ഛൻ കരയത്തില്ലേ? നീ പൊക്കോ. ഞാൻ വാ. കനാൻഡി, ഒരു കാര്യം ചെയ്. നേരത്തെ തല നനക്കാൻ വേണ്ടി എന്തോ എടുക്കാന്ന് പറഞ്ഞില്ലേ, അതും കേട്ട്. நான் எடுக்கிறேன். நான் நினைக்கிறேன் இந்த வீடு என்ன இப்படின்னு. ஒரு நாள் சந்தோஷமா இருந்ததுன்னா அடுத்த நாள் ஏதா சண்டை. என்னடா இப்படி? വെള്ളം കുടിക്കാൻ എടുത്തോടെ. நான் எடுக்கிறேன். ലച്ചു എന്താ? അടേ ചിലവർക്കൊന്നും വണ്ടി ഓടിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യമല്ല കേട്ടാ, പറ്റാത്ത പണിയാണ്. നിനക്ക് പറ്റണതേ ആ റൂമിൽ തന്നെ ഇരിക്കണാണ് കേട്ടാ. ഇത് അഫ്ഗാനിസ്ഥാനിൽ ഭൂകമ്പം. അതെന്തുവാ? അതൊരു അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം പറയണം. പറയണം. എല്ലാം പറയാം. പറയണം. പറ. പെട്ടല്ലോ ഈശ്വര. ഈ ഭൂമിയില്ലേ ഇങ്ങനെ കിടന്ന് കുലുങ്ങും. അതാ ബോംബ്. ബോംബോ? ബോംബിനകത്തില്ല കേട്ടോ, അത് വേറെ 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 വേറെ. അപ്പൊ ഇതോ? ഇതോ കല്ലൂസ് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. സമയത്ത് ഭക്ഷണം കഴിക്കൂ. ഇതോ? ഇതൊന്നുമില്ല. ഇത് അതിന്റെ അച്ഛൻ വായിക്കണ്ട. കളിക്കാം. എടാ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. അച്ഛന്റെ ചക്കരയല്ലടാ. പത്രം തരൂ. ഹായ്. ഹായ്. സിധു, അതെ നമുക്കൊരു 1 മണിക്കൂർ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒന്ന് വണ്ടി ഓടിക്കാൻ പഠിക്കാൻ പോയിട്ട് വന്നാലോ? ഇതൊന്നും അല്ലല്ലോ നീ ഇന്നലെ പറഞ്ഞത്. വണ്ടി ഇനി ഓടിക്കുന്നേ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് പറ്റി? അത് ശരിയാണ്, പക്ഷെ അത് നീ വിട്. വണ്ടി ഓടിക്കാൻ പഠിക്കുന്നതാണ് നല്ലതെന്ന് എനിക്കിപ്പോ തോന്നുന്നു. അങ്ങനെ തോന്നിയാ? ലച്ചുനെ വണ്ടി ഓടിച്ചേ മതിയാവൂ എന്നുള്ള വാശിയായിരിക്കും അല്ലേ ലച്ചു? എന്താ അമ്മായി, ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത് അമ്മായിക്ക് പിടിക്കുന്നില്ലേ? എനിക്കെന്താ കുഴപ്പം, നീ പടി. സിദ്ധു പോവാ. ഒന്ന് എണീറ്റ് വാ സിദ്ധു. ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചില്ലെങ്കിലേ ഈ നിൽക്കുന്ന എല്ലാം എന്നെ കളിയാക്കും, അതുകൊണ്ടല്ലേ. ലച്ചു 2 പ്രശ്നങ്ങളാണ് നിനക്കുള്ളത്. ഒന്ന്, നീ ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. 2, നിനക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര വെപ്രാളം. അത് വെപ്രാളം അല്ല, ഞാൻ ആദ്യമായിട്ട് ആയതുകൊണ്ട് ഞാൻ പാനിക് ആവുന്നതാ. അത് തന്നെ വെപ്രാളം. പക്ഷെ ഇപ്രാവശ്യം ഞാൻ എന്തായാലും എന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കും. സിദ്ധു വാ പോവാ. കണ്ടാ കൊച്ചു പറഞ്ഞില്ല അച്ഛേ പോ. ഇനിയിപ്പോ നീ വന്നില്ലെങ്കിലുണ്ടല്ലോ ഞാൻ ഒറ്റയ്ക്ക് വണ്ടി എടുത്തോണ്ട് പോകും. ഇപ്പൊ ചത്താലും വേണ്ടില്ല. ശരി വരാം. പക്ഷെ ലച്ചു ഞാൻ പറയുന്നത് കറക്റ്റ് അനുസരിക്കണം. പറ്റുമോ? പറ്റും. ഉറപ്പല്ലേ? ഉറപ്പ്. നമുക്കേ എന്താ വേണ്ട, മക്കള് കേശുവിന്റെ കൂടെ ഇരിക്കേ. നമുക്കേ ആ ഗ്രൗണ്ടിന് അവിടെ പോയി ഓടിക്കാം. അപ്പൊ കേശാമ്മനെ കടിക്കാം. കേശു മാമനെ അടിച്ചോ. அது ஃபவுல். ബാ, എനിക്ക് നോക്കിയിരിക്കണെന്താ. ബാ 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 ബാ. சிது அவன் ஒரு வாரத்துக்குள்ள கண்டிப்பா வண்டி ஓட்ட கத்துப்பான். ബാ 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 ബാ. പോയിട്ട് വരെ. കൊച്ചിനെ നോക്കണേ. ടാറ്റാളിയാ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കേശവന്ന് വന്നേടാ. വരുവേ സിദ്ധു. ബൈക്ക് എവിടെ? നീ ആദ്യം പാടാന്ന്. സിദ്ധു ഇച്ചിരി ഇങ്ങ് നീങ്ങോ. ബാ ബാ.
പിടിച്ചിറക്കിയടാ. അളിയാ അളിയാ ഇതെന്താ പറ്റിയതാ? ലച്ചു എന്തു പറ്റിയേ? അത് പറയാം. என்னாச்சு சொல்ல. യു കാല് പിടിയടാ എന്റെ പൊന്നെ ലച്ചു എന്തു പറ്റി ലച്ചു? അത് മാറ പൈസ കൊടുക്കട്ടെ. ചേച്ചി എന്താ പറ്റിയെന്ന് പറ. ചേട്ടാ ഉണ്ടേ. കൊല്ലാൻ കൊണ്ടുപോയതാണോ ഞങ്ങൾ അളിയനെ? என்னாச்சு லெச்சு சொல்ல. ആന്റി പേടിക്കാനൊന്നുമില്ല. ഒടിവൊന്നുമില്ല, ഇച്ചിരി ചതവും മുറിവും മാത്രമേ ഉള്ളൂ. എടാ ഇതെങ്ങനെ സംഭവിച്ചെന്ന് പറ. ഒന്നും പറയണ്ട അമ്മായി, വണ്ടി ഒന്ന് കുഴി വീണു, എന്റെ കൈയും കാലും പോയി, അത്ര തന്നെ. അളിയന് ഇത്രയൊക്കെ പറ്റി, എന്നിട്ട് ചേച്ചിക്ക് അത്രയൊന്നും പറ്റിയില്ലല്ലോ. ഞാൻ സേഫാ. വണ്ടി കുഴിയിലേക്ക് വീണപ്പോ തന്നെ ഞാൻ പറന്ന് അപ്പുറത്തെ പറമ്പിലേക്ക് വീണ്. എന്നിട്ട് വണ്ടി എവിടെ ചേച്ചി? വണ്ടി ആ കുഴിയിലുണ്ട്, എടുക്കണോ? സിദ്ധുവേ, നമുക്കിനി ബൈക്ക് വേണ്ട കേട്ടോ, കാറ് പഠിച്ചാ മതി. ചേച്ചി ഇപ്പൊ ഉയരോടെങ്കിലും ഇങ്ങനെ തിരിച്ചു കിട്ടി. ഇങ്ങനെ പോകാണ്ടിട്ടാ ചേച്ചി അടങ്ങുള്ള. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.